എറണാകുളം മഹാരാജാസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു വി മധുവിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്നു. മനസ്സിന്റെ തേരലുകൾ, ഒരു സർഗാത്മക അന്വേഷണം, കാഴ്ചയ്ക്ക് അപ്പുറം എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു വി മധു രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തി. മനസ്സിന്റെ തേരൊലികൾ, ഒരു സർഗാത്മക അന്വേഷണം, കാഴ്ചയ്ക്കപ്പുറം എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് സംഘടിപ്പിച്ചത്. പുല്ലുകുളങ്ങര ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രയോജനാത്മകമായ രീതിയിലുള്ള 2 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത്. മറ്റു പല പുസ്തകങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇന്ന് ഈ പ്രകാശനം നടത്തുന്ന മനസ്സിൻ്റെ തേരൊലികൾ, ഒരു സർഗാത്മക അന്വേഷണം, ഈ പുസ്തകത്തിൽ മനഃശാസ്ത്ര നിരൂപണമാണുള്ളത്. കഥ, കവിത, ഗാനങ്ങൾ, ചലച്ചിത്രം ഇവയെല്ലാം മനഃശാസ്ത്ര വിശകലനത്തിന് വിധേയമാകും. നിരവധി തവണ പല വിധേയനായ ഗ്രന്ഥങ്ങൾ തന്നെ ഒരു പുതിയ രീതിയിൽ കൂടി നിരീക്ഷിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിലാൽ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കുത്തിയോട്ട പാട്ടുകളിലെ ദേവി മഹാത്മ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. നമുക്കെല്ലാം കുത്തിയോട്ടം എന്താണെന്നറിയാം. അതൊരനുഷ്ഠാന കലയാണ്. അതിൽ ദേവി മഹാത്മ്യത്തെയും അവതാരങ്ങളെയും പ്രകീർത്തിക്കുന്നതാണ്. അതിന് ഇത്രമാത്രം ഒരു സാഹിത്യ ഭംഗി ഉണ്ടെന്നുള്ളത് മഞ്ജുവിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ പൂർവികരായ ഇത്രയും കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ എന്നുള്ള ഒരു വസ്തുതയും കൂടി ഈ പുസ്തകം വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. സമകാലിക മലയാളം വാരികയുടെ പത്രാധിപ സമിതി അംഗം കലേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസാധാരണമായ സംവേദന ശക്തിയുള്ളവരാണ്. അവരുടെ സ്വത്വബോധത്തിന് ഉള്ള അംഗീകാരമാണ് വേണ്ടത്. അവരെ നമ്മൾ എങ്ങനെ അവരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ അംഗീകാരമല്ല അവർക്ക് വേണ്ടത്. പൊതു സമൂഹത്തിൽ എല്ലാവരെയും പോലെ തന്നെയുള്ള ഒരിടമാണ് വേണ്ടത് എന്ന ചിന്ത മുന്നോട്ട് വെക്കുന്ന പുസ്തകമാണ് കാഴ്ചയ്ക്കപ്പുറം. ഈ 2 പുസ്തകങ്ങളും കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം. എൻ്റെ നാട് എനിക്ക് തരുന്ന സ്നേഹമാണ്. നമ്മൾ ജനിച്ചു വളർന്ന നാട് നമുക്ക് തരുന്ന സ്നേഹം എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനെയും അപേക്ഷിച്ച് അമൂല്യമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കൂടാതെ ദേവസ്വം ഭാരവാഹികളായ സുരേഷ് രാമനാമണം, ജയചന്ദ്രൻ പിള്ള എന്നിവരും സംസാരിച്ചു. രഞ്ജിത്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.